മോർണിംഗ് സ്റ്റുഡൻസ്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. 6 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഫോറിയർ ട്രാൻസ്ഫോമിനുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ലീനിയറിറ്റി പ്രോപ്പർട്ടി. 2 ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഉണ്ടെങ്കിൽ ഇതാണ് പ്രോപ്പർട്ടി. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ കോൺസ്റ്റൻറ്റുകൾ ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അപ്പോൾ എ നമുക്ക് വെളിയിലോട്ടിടാം. അപ്പോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ബി ആയതുകൊണ്ട് ബി വെളിയിലോട്ടിടുന്നു, ക്യാപിറ്റൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ലീനിയറിറ്റി പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ചേഞ്ച് ഓഫ് സ്കെയിൽ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗയാണെങ്കിൽ എഫ് ഓഫ് എ എക്സ്, എക്സിന് പകരം എ എക്സ് വരികയാണെങ്കിൽ ആ പ്രോപ്പർട്ടി എന്തായി മാറും? ഇതാണ് ഫോർമുല. 1 മോഡുലസ് ഓഫ് എ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ ബൈ എ. ഓക്കെ ആണല്ലോ. അപ്പം എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗയാണെങ്കിൽ എക്സിന് പകരം എ എക്സ് വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം 1 മോഡുലസ് എ, പിന്നീട് ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ എന്നുള്ളത് എങ്ങനെ റീപ്ലേസ് ആവും? ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ ബൈ എ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് മൈനസ് എ ഈക്വൽ ടു, ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താ? എ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ എന്താണ്? എ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ ആ ഫോമിൽ എങ്ങനെയായി മാറും? ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് എ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു പ്ലസ് ഐ ഒമേഗ എ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൈസ് ടു എൻ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗയാണെങ്കിൽ എക്സ് റൈസ് ടു എൻ കൊണ്ടാണെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ച അതേ പ്രോപ്പർട്ടി തന്നെയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ആകുമ്പോൾ മൈനസ് ഓൺ ദ ഹോൾ റൈസ് ടു എൻ എൻ ദ ഡെറിവേറ്റീവ് എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, എൻ ദ ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കണം. അതിനോടൊപ്പം ഇതാ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിൻ്റെ വിലയും 0 ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിൻ്റെ വിലയും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫോർമുല. എന്ത് ഡെറിവേറ്റീവ് എഫ് റൈസ് ടു എന്നിരിക്കുന്നത് എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇൻ്റഗ്രൽ. ഇവിടെ എന്ത് ഡെറിവേറ്റീവ് എടുത്തു? നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇൻ്റഗ്രൽ പ്രോപ്പർട്ടി. എന്താണ് ഇൻ്റഗ്രൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ഐ ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ മൊത്തം 6 പ്രോപ്പർട്ടി ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ പ്രോപ്പർട്ടിയാണ്. 4ാമത്തെ പ്രോപ്പർട്ടി ടി റൈസ് ടു എൻ. ബാക്കിയുള്ള പ്രോപ്പർട്ടി പഠിച്ചിരിക്കണം. അപ്പം ആദ്യത്തെ പ്രോപ്പർട്ടി വളരെ സിമ്പിളാണ്. കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് വെളിയിടുക. 2ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എ എക്സ് വന്നു കഴിഞ്ഞാൽ 2 അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താണ്? മോഡുലസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നീട് എഫ് ഓഫ് ഒമേഗ എങ്ങനെ ചേഞ്ച് ആവും? എഫ് ഓഫ് ഒമേഗ ബൈ എ. ഓക്കെ, ഇനി എക്സിന് പകരം എക്സ് മൈനസ് എ ആണ് വരുന്നതെങ്കിൽ അതാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സ് മൈനസ് എ വരികയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ. എക്സ് പ്ലസ് എ ആണ് വരുന്നതെങ്കിൽ എന്തായി മാറും? ഇ റൈസ് ടു പ്ലസ് ഐ ഒമേഗ എ ഇൻറ്റു എഫ് ഓഫ് ഒമേഗ. ഓക്കെ ആണല്ലോ. പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൈസ് ടു എൻ. അത് നമ്മുടെ ഇവിടെ എക്സ് റൈസ് ടു എൻ വെച്ച് എക്സിലാണ് ഫംഗ്ഷൻ എന്നിരിക്കുന്നതുകൊണ്ടാണ് എക്സ് റൈസ് ടു എൻ വരുന്നത്. അപ്പോൾ എക്സ് റൈസ് ടു എന്നിൻ്റെ എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ഒമേഗ. അടുത്ത ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ആവണമെങ്കിൽ കണ്ടിന്യൂസ് ആവണം. അതുപോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫോർമുലയാണ് എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ ഐ ഒമേഗ റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ഒമേഗ. പിന്നെ ഇൻ്റഗ്രൽ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഇൻ്റഗ്രൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കൽ ടു 1 ഐ ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. A2-ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു എക്സ്. ഓക്കെ, അപ്പോൾ ഇത് പ്രോഡക്റ്റ് വരുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോറിയർ ട്രാൻസ്ഫോം എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. എന്താണ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒറിജിനൽ ഫോർമുല? ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണല്ലോ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ട് ടേം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഓൾറെഡി എക്സ് റൈസ് ടു എൻ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു, നാലാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനായിട്ട് ആരെ കൺസിഡർ ചെയ്യാം? ഇ റൈസ് ടു എക്സ് നമ്മുടെ ഫംഗ്ഷനായിട്ട് ആദ്യം കൺസിഡർ ചെയ്ത് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് വരെ തൽക്കാലം ഞാൻ ഇ റൈസ് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സിന് പകരം ഇ റൈസ് ടു എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോമിൽ എന്തായി മാറും? 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ ആണല്ലോ. ബട്ട് ഗിവൺ ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന ലിമിറ്റ് നോക്കേ 0 to ഇൻഫിനിറ്റി. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ചെയ്യേണ്ട. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1/√2π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ റൈസ് ടു എമ്മിൻ്റെ എ റൈസ് ടു എന്ന് വെച്ചാൽ എ റൈസ് ടു എം പ്ലസ് എന്നാണ്. അപ്പോൾ ആദ്യം ഈ ടൈം എഴുതാം, മൈനസ് ഐ ഒമേഗ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ ആണല്ലോ. ഈ രണ്ട് ടൈമിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സും കോമൺ എടുക്കാം, ഒരു മൈനസും കോമൺ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായി മാറും? 1/√2π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഐ നമ്മൾ കോമൺ എടുത്ത് മൈനസ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് ഐ ഒമേഗ മൈനസ് 1. ഓക്കെ ആണല്ലോ. ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ 1/√2π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഓഫ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ഐ ഒമേഗ മൈനസ് 1 ഇൻറ്റു എക്സ് ഡി എക്സ്. ഓക്കെ ആണല്ലോ. ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാം. 1/√2π ഇ റൈസ് ടുവിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താവും? ഇ റൈസ് ടു മൈനസ് ഓഫ് ഐ ഒമേഗ മൈനസ് 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് ഐ ഒമേഗ മൈനസ് 1. ഓക്കെ ആണ്. ലിമിറ്റ് ഇൻഫിനിറ്റി 0, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. വേണമെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്തതിന് തൊട്ട് മുമ്പ് തന്നെ വൺ ബൈ √2π ഈ ഡിനോമിനേറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തിരിഞ്ഞു വരും 1 മൈനസ് ഐ ഒമേഗ. ഓക്കെ ആണല്ലോ. മേളത്തെ ക്വാണ്ടിറ്റി എന്താണ്? ഇ റൈസ് ടു മൈനസ് ഓഫ് ഐ ഒമേഗ മൈനസ് 1 ഇൻറ്റു എക്സ്. ലിമിറ്റ് കൊടുക്കുന്നത് ഇൻഫിനിറ്റി 0. നമുക്കറിയാം ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഇൻഫിനിറ്റി ആണ്, പക്ഷേ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. അടുത്ത 0 എടുക്കുമ്പോൾ ഇ റൈസ് 0 ഈസ് ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെ ഇടും? 1/√2π അപ്പർ ലിമിറ്റ് 0 ആയി മാറും, മൈനസ് ലോവർ ലിമിറ്റ് ഇ റൈസ് ടു മൈനസ് 0 എടുക്കുമ്പോൾ 1 ആയി, 1 ഡിവൈഡ് ബൈ 1 മൈനസ് ഐ ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു 1/√2π 1 ബൈ ഇത് നെഗറ്റീവ് കളയാൻ വേണ്ടി തിരിച്ചിടുന്നു ഐ ഒമേഗ മൈനസ് 1. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ഇ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ്? നമ്മൾ എക്സ് റൈസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി. ഇവിടെ എന്നിൻ്റെ വരെ 1 ആണ്. അപ്പം എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ n ടൈംസ് ഡെറിവേറ്റീവ് എടുക്കണമെന്നാണ്. എക്സ് റൈസ് ടു 1 ആയതുകൊണ്ട് ഒരു ടൈമിൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദെയർഫോർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് റൈസ് ടു 1 ദാറ്റ് മീൻസ് എക്സ് റൈസ് ടു എന്നിന് വരെ എക്സ് റൈസ് ടു 1 ആണെന്നേ ഉള്ളൂ. ഇ റൈസ് ടു എക്സ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഏത് ടൈമിലാണ്? ഒമേഗ എന്നുള്ള ടൈം ആയതുകൊണ്ട് ഡി ഒമേഗ ഓഫ് 1/√2π ഇൻറ്റു 1 ബൈ ഐ ഒമേഗ മൈനസ് 1. ഓക്കെ ആണല്ലോ. കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആരെ കോമൺ എടുക്കാം? 1/√2π എടുക്കാം. 1 ബൈ എക്സ് എന്നുള്ള ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. അതേപോലെ ഇങ്ങനെ എഴുതാം, മൈനസ് 1 ബൈ ഐ ഒമേഗ മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0, ഐ ഒമേഗയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒമേഗ ചെയ്യുമ്പോൾ ഐ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് മൈനസ് ഐ ഡിവൈഡ് ബൈ √2π ഇൻറ്റു ഐ ഒമേഗ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന് നമ്മൾ എഫ് ഓഫ് ഒമേഗ എന്നാണ് പറയുന്നത്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആകുമ്പോൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എഫ് സി ഓഫ് ഒമേഗ. സൈൻ ട്രാൻസ്ഫോമിൻ്റെ ആകുമ്പോഴത്തേക്ക് എഫ് എസ് ഓഫ് ഒമേഗ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് എസ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് സൈൻ ട്രാൻസ്ഫോം ആണ്. എഫ് സി ഓഫ് എക്സ് അഥവാ എഫ് സി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് ചേഞ്ച് ഓഫ് സ്കെയിൽ. എന്താണ് പ്രോപ്പർട്ടി നോക്കേ? സൈൻ ട്രാൻസ്ഫോമിനകത്ത് എഫ് ഓഫ് എ എക്സ് വന്നത്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ എക്സ് ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ സ്കെയിലിംഗ് പ്രോപ്പർട്ടി ചെയ്തപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തത്? 1 ബൈ മോഡുലസ് എ എഫ് ഓഫ് ഒമേഗ ബൈ എ. ശരിയല്ലേ? അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. 1 ബൈ മോഡുലസ് എ ഇല്ലേ എഫ് ഓഫ് എ ഇൻറ്റു
എഫ് എസ് ഓഫ് ഒമേഗ ബൈ എ. ഓക്കെ ആണോ? നെക്സ്റ്റ് കൊസൈൻ ട്രാൻസ്ഫോമിനകത്തുള്ള എഫ് സി ഓഫ് എഫ് ഓഫ് എ എക്സ് ഈക്വൽ ടു സെയിം ഫോമിൽ തന്നെയാണ് 1/a എഫ് സി ഓഫ് ഒമേഗ ബൈ എ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇത് പറയുന്നത്. ഫോറിയർ ട്രാൻസ്ഫോമിലാകുമ്പോൾ ഇതാണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എ എക്സ് ആണ്. അങ്ങനെ വരുവാണെങ്കിൽ 1/mod a ഇൻറ്റു എഫ് ഓഫ് ഒമേഗ ബൈ എ. സെയിം കാര്യം തന്നെയാണ്. കൊസൈൻ ആകുമ്പോൾ കൊസൈൻ, ഇവിടെ കൊസൈൻ വരുമ്പോൾ ഇവിടെ കൊസൈൻ ട്രാൻസ്ഫോം ആവും, ഇവിടെ സൈൻ ട്രാൻസ്ഫോം ആവുമ്പോൾ ഇവിടെ ട്രൈൻ ട്രാൻസ്ഫോം ആവും. മോഡുലസ് ഇല്ലെന്നേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ? സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്. ഒരു സൈൻ ട്രാൻസ്ഫോം മീൻസ് എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്നതാണ് ചെറിയ വ്യത്യാസമുണ്ട്. മൈനസ് ഡി ബൈ ഡി ഒമേഗ ഓഫ് എഫ് സി ഓഫ് ഒമേഗ. അതായത് സൈൻ ട്രാൻസ്ഫോമിനകത്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടത്. തിരിച്ച് കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലത്തിനകത്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടത്. അപ്പോൾ അതാണ് അതിന് പ്രത്യേകത. ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സിനകത്ത് ആദ്യം സൈൻ ട്രാൻസ്ഫോം ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ ഫോമിൽ ഇതാണ് മൈനസ് ഡി ബൈ ഡി ഒമേഗ ഓഫ് എഫ് സി ഓഫ് ഒമേഗ. കണ്ടോ? സൈൻ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം വരുമ്പോൾ അത് കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് കൊസൈൻ ട്രാൻസ്ഫോമിനകത്ത് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ സൈൻ ട്രാൻസ്ഫോം ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ.